ലോ കിലോമീറ്റർ ആണല്ലേ? ലോ കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുള്ള വണ്ടിയല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. മെക്കാനിക് സൈഡ് അല്ല? മെക്കാനിക് സൈഡ് ഒക്കെ കൂട്ടാണ്. ഓക്കെ. അപ്പൊ വില 15 മോഡല് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഫ്രണ്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഫുള്ള് പണിഞ്ഞിട്ടുണ്ട് വണ്ടി. അതെ. ഓക്കെ. 15 മോഡൽ. ഇത് വേരിയന്റ് ഏതായിരുന്നു കറക്റ്റ്? ടൈറ്റാനിയം ആണ്. ഇതില് അടിമുടി പണിതിട്ടുണ്ട്. ഫുള്ള് വർക്ക് എടുത്ത പെയിന്റ് ഉൾപ്പെടെ കസ്റ്റം ചെയ്തേക്കണല്ലേ? കസ്റ്റം ചെയ്ത്, അതായത് ഷോറൂമിൽ കയറ്റി ഫുള്ള് ഷെൽ പെയിന്റ് ചെയ്ത വണ്ടി. ഷെൽ പെയിന്റ് ചെയ്താണ്, ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. അടുത്തൊരു മോഡിഫിക്കേഷൻ വണ്ടിയാണല്ലോ? അതെ അതെ. ഇത് ലീഗൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണോ ഇതിലുള്ളത്? 19 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ സെക്കൻഡ് ഓൺഷിപ്പ് വെഹിക്കിളാണ്. 1.10 ഓടിയിട്ടുണ്ട്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. റീപ്ലേസ് ഒന്നുമില്ല. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ? ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. അകത്തേക്ക് വരുമ്പോൾ ഒരു സാധനം കിടപ്പുണ്ടല്ലോ, ആരാണത് പറയൂ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് AS മോട്ടോഴ്സിലാണ്, എറണാകുളം ജില്ലയിൽ അമ്പാട്ടാവ് ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ആലോയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ നിതീഷ് ബ്രോ, ഹായ്. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ? അതെ. 2 വീഡിയോയുടെ മുമ്പ് ചെയ്തതാണ്. കുറെ നാളായ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇങ്ങോട്ടുമൊക്കെ വരുന്നത്. അത് കളർഫുൾ വണ്ടികൾ വന്നിട്ടുണ്ട്. വണ്ടികളെല്ലാം കിടിലൻ ക്വാളിറ്റി, കിടിലൻ സെറ്റപ്പ് വണ്ടികളാണ്. ചില മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട് അല്ലേ? മോഡിഫൈ ഉണ്ട്. നമുക്ക് മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലുള്ളത്. ഇപ്പൊ അങ്ങനെ ആയി വരുന്നുണ്ട്. അതൊക്കെ കണ്ടീഷനുള്ള വണ്ടികളാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എല്ലാ വണ്ടികളും ഫിനാൻസ് ഉള്ള വണ്ടികളാണോ? അതെ, എല്ലാത്തിലും ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതില് 1-2 വണ്ടികളുണ്ട്. ചെറിയ റീപ്ലേസ്മെന്റ്, മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഉള്ള വണ്ടികളൊന്നും ഇവിടെ എടുക്കാറില്ല അല്ലേ? തട്ടുമുട്ടുള്ള പ്രശ്നങ്ങളുള്ള അങ്ങനെയല്ല, മേജർ നോർമൽ വരുന്നത് മാത്രം. നോർമലി ഒരു ബമ്പറൊക്കെ തട്ടുമല്ലോ, റോഡിൽ കൂടെ വണ്ടിയല്ലേ? വേറെ മേജർ ഇഷ്യൂ ഉള്ള വണ്ടികളൊന്നും എടുക്കാറില്ല. ബാക്കി കാര്യങ്ങൾ ഇടയിൽ പറയാം അല്ലേ? അതെ. അപ്പോ അവിടെ നിന്ന് തുടങ്ങാം. ഇതൊരു ടാറ്റയുടെ നെക്സോൺ. ഏതാ മോഡല്? 2020 മോഡല്. വേരിയന്റ് ഏതാ? ഓട്ടോമാറ്റിക് XZI+. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2020 മോഡല്. പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അപ്പൊ ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 51,000. ലോ കിലോമീറ്റർ ആണല്ലേ? ലോ കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഉള്ള വണ്ടിയല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. മെക്കാനിക് സൈഡ് അല്ല? മെക്കാനിക് സൈഡ് ഒക്കെ കൂട്ടാണ്. ഓക്കെ. അപ്പൊ വില 8.5. അവിടെ ഫൈനൽ റേറ്റ് ആണ്. 8.5 ചോദിക്കുന്നത്. ചോദിക്കുന്നതല്ല, ഫൈനൽ റേറ്റ് ആണ്. ഫിനാൻസ് വീഴും. 2020 അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം ഫിനാൻസ് കയറുമല്ലോ. 90-95% നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അനുസരിച്ച് ടാറ്റയുടെ വണ്ടിയല്ല, ചിലപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് കിട്ടാൻ സാധ്യത. അതെ. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും ആ കാര്യങ്ങളെല്ലാം വരുന്നത്. അടുത്തൊരു ജീപ്പ് കോമ്പസ് കിടപ്പുണ്ട്. മോഡൽ ഏതാ? 2018 മോഡല്. വേരിയന്റ് ലോഞ്ച് 2 എന്ന് പറയുന്ന വേരിയന്റ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് പെട്രോൾ ഡീസലോ? ഡീസൽ മാനുവൽ 2 ലിറ്റർ എഞ്ചിൻ. ഡീസൽ മാനുവൽ 2 ലിറ്റർ ആണല്ലേ വരുന്നത്? ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്ര? 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വില പറയാം. വില നമ്മളിപ്പോൾ ഇത് 11 ചോദിക്കുന്നത്. 2 ടയർ ആഡ് ഓൺ ചെയ്യും. ഓക്കെ. ടയർ കുറച്ച് ആഡ് ഓൺ ചെയ്യും. ഓക്കെ. അത് മാറ്റിയാണ് കൊടുക്കുന്നത്? മാറ്റിയേ കൊടുക്കുള്ളൂ. ഓക്കെ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ, ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് സിംഗിൾ ഓൺഷിപ്പ് അല്ല, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്നു. നമ്മുടെ റേറ്റ് 11 ചോദിക്കുന്ന വിലയാണോ ഫൈനലാണോ? അല്ല, ഫൈനലാണ്. ഓൾമോസ്റ്റ് ഫൈനലാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് ഇവര്. അപ്പോൾ ഇതിന് ഫിനാൻസ് കയറുമല്ലോ. പിന്നെ അപ്പോൾ ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വരും? 1 lakh ഡൗൺ പേയ്മെന്റ്. 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് പോകാം അല്ലേ? ഓക്കെ. അടുത്തത് കിയയുടെ സെൽറ്റോസ്. ഏതാ മോഡൽ? HTK 2019 വേരിയന്റ്. HTK 2019. പെട്രോൾ ഡീസലോ? പെട്രോൾ മാനുവൽ ആണ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 34,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ KL7 ആണ്. അടിപൊളി കണ്ടീഷനാണ്. KL7 വണ്ടിയാണല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. അത് ആ ഒരു കുറവുള്ളൂ വണ്ടി. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പോൾ വില നമുക്ക് 9.40 നമ്മൾ ചോദിക്കുന്ന വില. നമുക്ക് ഒരു 9 ചെയ്യാം. പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വല്ല അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. ഇതിനും ഫിനാൻസ് ഒരു ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കേണ്ടി വരും? ഇതിലൊരു 60 രൂപയ്ക്ക് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമുക്കൊരു 60-50 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ 2013 മുകളിലേക്കുള്ള വണ്ടികൾക്കല്ലേ ഫിനാൻസ് കിട്ടണത്? നമുക്ക് 11 തുടങ്ങി കേറുന്നുണ്ട്. പക്ഷേ 11 ആണെങ്കിൽ 1 ഇയർ ആയിരിക്കുള്ളൂ. ഈ 11 വണ്ടിയൊക്കെ നിങ്ങൾ ഫിനാൻസ് ചെയ്യുന്നത് വൻ നഷ്ടമായിരിക്കും. റെഡി ക്യാഷ് കൊടുത്തെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. 13 മുതലാകുമ്പോൾ 3 വർഷത്തേക്ക് ചെയ്യാമല്ലോ. 3 വർഷത്തേക്ക് മോഡൽ കൂടുന്നതനുസരിച്ച് 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത എക്കോ സ്പോർട്ട്
2015 മോഡല്. 15 മോഡല് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഫ്രണ്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഫുള്ള് പണിഞ്ഞിട്ടുണ്ട് വണ്ടി. അതെ. ഓക്കെ. 15 മോഡൽ. ഇത് വേരിയന്റ് ഏതായിരുന്നു കറക്റ്റ്? ടൈറ്റാനിയം ആണ്. അപ്പോൾ എത്ര ഓടിയുണ്ട്? 52,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോൾ നമ്മൾ എത്രയാണ് ഇതിന് പറയുന്ന വില? 630. ഇത് ഫൈനൽ റേറ്റ് ആണോ? അത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെറിയ രീതിയിലുണ്ടാവും. കാരണം ഇപ്പൊ പുതിയ ടയർസ് ആണ്. ഇന്റീരിയർ ഉൾപ്പെടെ എല്ലാം മാറ്റിയിട്ടുണ്ടല്ലേ? ഡാഷ് ക്യാം, ക്യാമറ, ടച്ച് സ്ക്രീൻ, ഡ്യുവൽ ഡാഷ് ക്യാമറ വിത്ത് റെക്കോർഡിംഗ് ആണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ആളാണ്. പിന്നെ 5 അലോയ് ഉണ്ട്. 5 അലോയ് ഉണ്ട്. 2020 അലോയ് വരുന്നുണ്ട്. വണ്ടി കാണാൻ കിടുവാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനും ഡൗൺ പേയ്മെന്റ് എത്ര അടക്കേണ്ടി വരുമായിരിക്കും? ഇതിലാവുമ്പോഴും നമുക്ക് പ്രൊഫൈൽ അഗൈൻസ്റ്റ് ആണ് ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. കസ്റ്റമർ പ്രൊഫൈൽ അഗൈൻസ്റ്റ് ആണ് ചെയ്യുന്നത്. എന്നാലും ആൾക്കാർ കമന്റ് വരും എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും എന്നൊക്കെ കമന്റ് വരുന്നതാണ്. നമ്മൾ നോർമൽ ഇപ്പൊ പറയുന്നത് വാല്യുവേഷന്റെ 80-85% ലോൺ പാസ് ആവും. വാല്യുവേഷനിൽ ഇതിനെല്ലാം നമുക്ക് ഒരു 7 രൂപ താഴെ വരെ വാല്യുവേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ നല്ലൊരു 5.5-5.25 വരെയൊക്കെ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. അത് പ്രൊഫൈൽ അനുസരിച്ച്. അതായത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. 700+ ഒക്കെ സിബിൽ സ്കോർ. അതെ, 700+. പിന്നെ സാലറിയുടെ ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വേറെ ലോൺസിന്റെ ബാധ്യതയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രാക്ക് എടുക്കാം. നമുക്ക് 50 രൂപയ്ക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. അതെ. നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഫിനാൻസിന് എന്തൊക്കെ വേണം എന്നുള്ളത്. ആധാർ കാർഡ്, പാൻ കാർഡ് ആണ് മെയിൻ ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. അതെ, രണ്ടുപേരെയും. അപ്പൊ അതില്ലാതെ എടുത്തിട്ട് വേണം ഫിനാൻസ് ചെയ്യാൻ വരാനായിട്ട്. സാലറിയുടെ ആണെങ്കിൽ സാലറി സ്ലിപ്പിൽ ലാസ്റ്റ് ഒരു 6 മാസത്തെ സാലറി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളുണ്ടെങ്കിലും 3 മാസത്തെ സ്ലിപ്പ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ലാൻഡ് ടാക്സ് ഇല്ലാണ്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. ചെയ്യുന്ന തേർഡ് പാർട്ടി ആണെങ്കിലും NBFC-കളും ചെയ്യുന്നവരുണ്ട്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. റെന്റിൽ താമസിക്കുന്നവർക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അതൊരു ഇതാണ്. റെന്റിന് താമസിക്കുന്നവർക്ക് വണ്ടി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സിന്റെ റെന്റൽ അഗ്രിമെന്റിന്റെ കോപ്പി വേണ്ടി വരും. അവിടെ കുറച്ച് പേപ്പർ വർക്കുകൾ വരും. എല്ലാവർക്കും ടൈപ്പ് ആളുകൾക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ആൾക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതൊരു GT ആണോ? അത് GT ആണോ? GT DSI. ഓക്കെ. ഏതാ മോഡല്? 2017 മോഡല്. 17 മോഡല് GT. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ വരുമ്പോ 69 കിലോമീറ്റർ. 69. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നു. വണ്ടിയിൽ അടിമുടി പണിതിട്ടുണ്ട്. ഫുള്ള് വർക്ക് എടുത്ത് പെയിന്റ് ഉൾപ്പെടെ കസ്റ്റം ചെയ്തേക്കണല്ലേ? കസ്റ്റം ചെയ്ത്, അതായത് ഷോറൂമിൽ കയറ്റി ഫുള്ള് ഷെൽഫ് പെയിന്റ് ചെയ്ത വണ്ടി. ഷെൽഫ് പെയിന്റ് ചെയ്താണ്. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ഇന്റീരിയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, ക്യാമറ, ടച്ച് സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? സ്കർട്ടിങ്, അലോയ്സ് മാറിയിട്ടുണ്ട്. സ്കർട്ടിങ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. 19 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഉൾപ്പെടെ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് വില എത്ര? 11.5 ആണ്. അതിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതിനും ഫിനാൻസ് കയറും. ഈ പറഞ്ഞ പോലെ ആയിക്കോട്ടെ ഫിനാൻസ്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം കയറും. അത് ഓരോ വണ്ടി എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ കസ്റ്റമറാണോ? ഇല്ല, ബാറ്ററി. ഓക്കെ. അപ്പൊ അടുത്ത വീണ്ടും ഒരു GT. ഇതേതാ മോഡല്? 2015. കിലോമീറ്റർ 89. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. അപ്പോ എത്രയാണ്? സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. എക്സ്ട്രാ ഈ അലോയ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എക്സ്ട്രാ അലോയ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം TSI. അപ്പോൾ വില 7.10 ആണ്. ഇത് റേറ്റ് എങ്ങനെയാ? ഇതില് ചെറിയ രീതിയിൽ മാത്രം, കാരണം ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വണ്ടിക്ക്? ഇല്ല, നീറ്റ് വണ്ടി. ഇത്ര നേരം കണ്ട വണ്ടികളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഇതിലൊന്നും പ്രത്യേകിച്ച് റീപ്ലേസ്മെന്റും കാര്യങ്ങളില്ല. ഓക്കെ. എന്തെങ്കിലും ഉള്ള വണ്ടിയാണെങ്കിൽ എടുത്ത് പറയാം കേട്ടോ. അടുത്തൊരു മോഡിഫിക്കേഷൻ വണ്ടിയാണല്ലോ? അതെ. ഇത് ലീഗൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണോ ഇതിലുള്ളത്? അതെ. 360 മോട്ടറിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. കസ്റ്റമർ സൈഡിൽ നിന്ന് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ടയർ കുറച്ച് ഇഞ്ച് ഫ്രണ്ട് ഉണ്ട്, ബട്ട് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നീറ്റ് ആണ്. ടേപ്പും കൊണ്ടൊക്കെ നിന്നാൽ വേണമെങ്കിൽ പിടിക്കാം. അതെ. ഓക്കെ. എന്നാലും ഏതാ മോഡല്? 2016 മോഡല്. 16 മോഡല്. ജാസ് വേരിയന്റ് ഏതാ? ടോപ്പ് എൻഡ് ആണ്. ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോ എത്ര ഓടിയുണ്ട്? ഇത് ഓടിയേക്കണ 79,000 ഓടിയിട്ടുണ്ട്. വില ഇപ്പൊ എത്ര പറയണേ? ഇത് നമ്മൾ 7 ചോദിക്കണം. ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിനുള്ള വർക്ക് വണ്ടിയിലുണ്ടല്ലേ? ഒരു കാർബൺ ഫൈബറിംഗ് ആണ് ഒറിജിനൽ. ബോണറ്റിലും സ്കേർട്ടിങ്, അലോയി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇന്റീരിയറിലാണെങ്കിലും സീറ്റൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ മോഡിഫൈഡ് വണ്ടി വേണ്ടവർ ബന്ധപ്പെടുക. നമ്മുടെ എക്കോസ്പോർട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഏതൊക്കെയോ വണ്ടിയുടെ പറഞ്ഞ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു പോണ ഗ്യാപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. GT രണ്ടും പെട്രോൾ വണ്ടിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ പറയാത്തതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അടുത്തതൊരു
ഔഡി ഇതിനെ പറ്റി പറഞ്ഞോളൂ. ഔഡി A3 15 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർ. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സംതിങ് ഓടിയിട്ടുണ്ട്. 1.16. വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. വണ്ടി ഇത് നമ്മുടെ ഒറിജിനൽ കേരള ആണോ? ഒറിജിനൽ കേരള. ഓക്കെ. റീവണ്ടി അല്ലാട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. അപ്പോൾ RS3 കിറ്റ് ആഡിംഗ് ആണ്. കിറ്റ് ആഡിങ്ങാണല്ലോ ഈ ഒരു പെയിന്റിങ് കാര്യങ്ങളെല്ലാം RS3 കിറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. നമ്മൾ 14 ചോദിക്കുന്നു. നെഗോസിയേഷൻ ഉള്ളതാണ്. ചോദിക്കുന്ന വില ലോൺ കയറും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന വിലയുണ്ടോ? അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അടുത്തതൊരു മേഴ്സിക്കുട്ടിയാണല്ലോ. അതെ. 2011 മോഡല് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ ഈ ക്ലാസ് E250. അതെ. ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. 85 കിലോമീറ്ററാണ് ആകെ ഓടിയേക്കുന്നത്. അതിന്റെ ക്വാളിറ്റി വെഹിക്കിളിനുണ്ട്. ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. ഇത് ഈ പുറത്ത് കിടക്കുന്നതുകൊണ്ടുള്ള പൊടി ആ വണ്ടിയിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇല്ലില്ല. ഈ റോഡ് സൈഡിലായതുകൊണ്ട് എത്ര കഴുകിയാലും പൊടി ഈ മരത്തിൽ നിന്നുള്ള ഇലയൊക്കെ വീണോണ്ടിരിക്കും. കസ്റ്റമറിന് കൊടുക്കാൻ നേരത്തെ ഇത് പോളിഷ് ചെയ്തതല്ല. നമ്മൾ ഓൾറെഡി വീക്കിലി 3 ദിവസം ഇത് വാഷിംഗ് ഉള്ളതാണ്. പിന്നെ ഡെലിവറിക്ക് മുമ്പ് അത് എല്ലാം സെറ്റപ്പ് ആക്കിയേ തരുള്ളൂ. അപ്പോൾ നമ്മൾ വില പറഞ്ഞില്ല. 12. ഇതിന് ഫിനാൻസ് വീഴോ? ഇതിൽ ചെറിയ എമൗണ്ട് മാത്രമേ വീഴുള്ളൂ. മാക്സിമം ക്യാഷ് പർച്ചേസ്. കാരണം 11 മോഡൽ ആയതുകൊണ്ട് പാടായിരിക്കും. റെഡി ക്യാഷ് എടുക്കണവൻ എന്തായാലും റെഡി ക്യാഷ് ഉണ്ടാവും. പേയ്മെന്റ് ഫിനാൻസ് ഓപ്ഷൻ നമുക്ക് ഇതിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ് അതിലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. കേസുകൾ മാത്രം, എല്ലാത്തിലും അല്ല, ചിലതിൽ മാത്രം. അപ്പോ അക്കോർഡ് അല്ലേ ഇത് അക്കോർഡ്. ഏതാ മോഡല്? 2009 മോഡല് റീ കേരള വണ്ടി. വണ്ടിയാണ്. 2.4 ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോ B4 ആണ്. B4 എത്ര ഓടിയുണ്ട്? 1.4. ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഈ വണ്ടി ഒരു പ്രീമിയം വണ്ടിയാണല്ലേ? ക്ലാസ് വണ്ടിയാണ്. ഒരു പ്രൗഡിയൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിന്റെ വില 370 അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവോ? വളരെ ചെറുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. മോഡൽ ഏതായിരുന്നു? 2009 പുതിയ പേപ്പറാണ്. ഓക്കെ. എത്ര വരെ പേപ്പർ? 29 വരെ പേപ്പർ ഉണ്ട് വണ്ടിക്ക്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റെഡി ക്യാഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാം. അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകും. അടുത്തൊരു വെർണ 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. XXO ഓപ്ഷണൽ ആണ്. ഓക്കെ. എത്ര ഓടിയുണ്ട് വണ്ടി? ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ വില 9.4. 9.4 മാക്സിമം ഫിനാൻസ് കയറും ഉണ്ടാക്കിയൊക്കെ അല്ലേ? പിന്നെ മാക്സിമം ഫിനാൻസ് കയറുന്നതായിരിക്കും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. കോമ്പസ് 2018 മോഡല്. ഓക്കെ. 56 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. 56 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ആണ്. ലിമിറ്റഡ് വേരിയന്റ് ആണ്. വേരിയന്റ്. ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ മാനുവൽ ആണ്. ഓക്കെ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. ഒരു കുറവായിട്ട് കണക്കാക്കണ്ടല്ലേ? അതൊരു വിഷയം ഇല്ലാത്തവർക്ക് എടുക്കാം. എത്രയാണ് പറയണ വില? 12. ഓക്കെ. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടാവണമല്ലോ. അടുത്തത് 500. ഏതാ മോഡല്? ഡീസൽ ഓട്ടോമാറ്റിക്. 2018 മോഡല്. W10 ആണ്. സൺറൂഫ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ. അലോയ് വരുന്നുണ്ട്. ടോപ്പിന്റെ ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ 79 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ല, എടുക്കുക ഓടിക്കുക. ഓക്കെ. അപ്പോൾ വില വരുന്നത് 12.4. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ വണ്ടിയിലും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി അകത്ത് കുറച്ച് പ്രീമിയം വണ്ടികൾ കൂടി ഉണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം. പ്രീമിയം സെഗ്മെന്റിലുള്ള വണ്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പോക്കാണ് ഈ പോകുന്നത്. വരും, അകത്തേക്ക് പോവാം. അകത്തേക്ക് വരുമ്പോൾ ഒരു സാധനം കിടപ്പുണ്ടല്ലോ. ആരാണത്? പറയൂ. 2015 മോഡൽ E250. ഓക്കെ. E250 അത് 2023 മോഡലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത വെഹിക്കിളാണ്. കസ്റ്റമർ തന്നെ ചെയ്താണ്? അതെ, കസ്റ്റമർ തന്നെ ചെയ്താണ്. ഏകദേശം 13.5 ലക്ഷം രൂപ കോസ്റ്റ് ആയ വർക്കാണ്. നമ്മുടെ ഓൺ റോഡിൽ തന്നെ ചെയ്താണ്. നമ്മുടെ ഇവിടുത്തെ ഓൺ റോഡിൽ ചെയ്താണ്. അപ്പോൾ എത്ര ഓടിയുണ്ട് വണ്ടി? 80,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണ്. സിംഗിൾ ഓണർ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ വില പറഞ്ഞോളൂ. 28. എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമറിന് പ്രത്യേകം പരിഗണന ഉണ്ടോ? ഉണ്ടാവും. അത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. 28 ചോദിക്കുന്നത്. ഇതിന് ഫിനാൻസ് കയറുമല്ലോ? മാക്സിമം ഫിനാൻസ് കയറും. ഓക്കെ. അടുത്തൊരു ഓടിയാണല്ലോ. ഇത് 2018 മോഡല്. ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 75 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ.
ഇത് Q3 ആണോ? Q3. അപ്പോൾ വില നമുക്ക് 26 ഫൈനലി. 26 എത്ര വരെ ഫിനാൻസ് കയറും? ഇതിൽ മാക്സിമം ഫിനാൻസ് കയറും. നമുക്കൊരു 24-25 25 താഴെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 1.5 ലക്ഷം രൂപ 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ പ്രൊഫൈൽ അഗൈൻസ്റ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. വീണ്ടും Q3 ആണോ അത്? അതെ, Q3 ആണ്. ഓക്കെ, ഇതേതാ മോഡൽ? 2014 മോഡൽ. എത്ര ഓടിയുണ്ട്? ഇത് 1.26. 1.26. സെക്കൻഡ് ഓണർ വെഹിക്കിളാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള, നമ്മുടെ മേഴ്സിക്കുട്ടി ഒറിജിനൽ കേരള. അപ്പോൾ ഇതിന്റെ വില എത്ര? ഇത് 14.5. 14.5. ഇതിന് മാക്സിമം ഫിനാൻസ് കയറുമല്ലോ? മാക്സിമം കയറും. മാക്സിമം ഫിനാൻസ് കയറുന്നതായിരിക്കും. ദെൻ അടുത്തത് വരുന്നത് ഇത് GLE 350 ഫോർമാറ്റിക് ആണ്. മോഡല് 2017 മോഡല്, 18 രജിസ്ട്രേഷൻ. എത്ര ഓടിയുണ്ട് വണ്ടി? 94. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഓണർഷിപ്പ് ഏതാ കിടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിടക്കുന്നത്? അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടി? ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള. ഓക്കെ, വില എത്രയാണ്? 40 ലക്ഷം. 40 ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. അടുത്തത് CLA 2016 മോഡല്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിളാണ്. 1.10 ഓടിയിട്ടുണ്ട്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ഓക്കെ, അപ്പോൾ നമുക്ക് വില പറഞ്ഞാലോ? വില 21 ലക്ഷമാണ് ചോദിക്കുന്ന. റേറ്റ് ആണോ ഫൈനൽ റേറ്റ് ആണോ? ചോദിക്കുന്നില്ലാണ്. ഫൈനൽ നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അല്ലേ? എന്തായാലും ഇത് കൺഫേം ചെയ്യണമല്ലോ, ചോദിക്കുന്ന വിലയാണോ? അതെ. അപ്പോൾ ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. വണ്ടിയൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ 21 ലക്ഷം അല്ലേ? 21 ലക്ഷം. ഓക്കെ, ഫിനാൻസ് എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ, ഞാൻ അടുത്തടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അടുത്തത് C220 മോഡൽ ഏതാ? 2018 19 രജിസ്ട്രേഷൻ, ഡെലിവറി. എത്ര ഓടിയുണ്ട് വണ്ടി? 56,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു. റീപ്ലേസ്മെന്റുകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നീറ്റ് ക്ലീൻ വെഹിക്കിൾ, നീറ്റ് വണ്ടി. ഓക്കെ, വില പറഞ്ഞോളൂ? 36 ലക്ഷം. 36 ലക്ഷത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അടുത്ത വീണ്ടും ഒരു വണ്ടി ഓടിയുടെ Q7 ഏതാ മോഡൽ? 19 മേക്ക്, 20 ഡെലിവറി, രജിസ്ട്രേഷൻ ഒക്കെ 20. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. പോണ്ടിച്ചേരി ആണല്ലേ? പോണ്ടിച്ചേരി. കേരളക്ക് ആക്കിയിട്ടുണ്ടോ? കേരളോട്ട് ആക്കിയിട്ടില്ല, പോണ്ടിച്ചേരി തന്നെ. ഓക്കെ, അപ്പോൾ ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതർ സ്റ്റേറ്റ് ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. കസ്റ്റമർ ആ ഒരു ക്വാളിറ്റി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞെടുക്കുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ വില വരുന്നത് 63. നമുക്കിപ്പോൾ ഓൾ കേരള ഫിനാൻസ് ഉണ്ടോ? ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഫിനാൻസ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെയെല്ലാം. അതായത് ഇപ്പോൾ കാസർഗോഡൊക്കെ നമുക്ക് പറയുമ്പോൾ 6-7 ഫിനാൻസ് ഡീലേഴ്സ് നമുക്ക് വെഞ്ചേഴ്സ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എറണാകുളം ജില്ലയിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-20ഓളം ടീമുകൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ വയനാട് അപ്പുറത്തോട്ടൊക്കെ പറയുമ്പോൾ വെച്ചാൽ എണ്ണം കുറയും. പക്ഷേ എങ്കിലും ഫിനാൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് അവൈലബിലിറ്റി ഉണ്ട്. എടുക്കുന്ന വണ്ടിക്ക് ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്വാളിറ്റി ഉണ്ട്. സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടിച്ച വണ്ടിയൊന്നും ആയിരിക്കരുത്. അതെ, നമുക്കത് മറിച്ച് കൊടുക്കാനുള്ള. അതെ. നമുക്ക് ഈ പറയുന്ന എക്സ്ചേഞ്ച് വെഹിക്കിൾസ് നമ്മൾ എടുത്തിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം കണ്ട വണ്ടികളിൽ 2-3 നമ്മൾ ഇതുപോലെ തന്നെ എക്സ്ചേഞ്ചിൽ എടുത്താണ്. അതുകൊണ്ടാണോ ഈ ഓണർഷിപ്പ് വരുന്നത്. പിന്നെ ഡെലിവറി ഉണ്ടാവും. കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, വണ്ടി നിങ്ങൾ വന്ന് കാണണം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മൾ ഇവരോടുള്ള വിശ്വാസം കൊണ്ടാണ് നല്ല വണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കാനുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ ഏത് മെക്കാനിക്കിനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബ്രാൻഡുകളിൽ കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ വണ്ടി എടുക്കുമ്പോൾ വേണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുകയാണ്. കൂടുതലും പ്രീമിയം വണ്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും കിട്ടും. ഇപ്പം ഇന്ന് കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും അറേഞ്ച്. നമുക്ക് ലിസ്റ്റ് ഉണ്ട് കുറച്ചധികം. ബാക്കപ്പായിട്ട് മാത്രമേ നമുക്ക് ഇവിടെ പർച്ചേസിങ് പറ്റുന്നുള്ളൂ. ഇപ്പൊ GLE ഒക്കെ വെച്ചാൽ ഇന്ന് മോർണിംഗ് കൊണ്ടുവന്ന വണ്ടികളാണ്. അപ്പോൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, ബൈ.